ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡ് എന്തിന് പഠിക്കണം, എന്തുകൊണ്ട് പഠിക്കണം എന്നാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എൻഡ് ടു എൻഡ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതായത് ഏതൊക്കെ കോഴ്സുകളാണ് അയർലൻഡിൽ പഠിക്കാൻ നല്ലത്, മാസ്റ്റേഴ്സ് എന്തുകൊണ്ട് നല്ലതാണ്, എത്ര ഫീസ് റേഞ്ചിൽ തൊട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, എന്താണ് എൻട്രി റിക്വയർമെൻറ്റ്സ്, അക്കാഡമിക് റിക്വയർമെൻറ്റ്സ്, ഫണ്ട്സ് എങ്ങനെ കാണിക്കണം, അതുപോലെ വിസ പ്രോസസ്സ് എങ്ങനെയാണ്, PR പാത്വേ എങ്ങനെയാണ് എന്ന് അയർലൻഡിനെ പറ്റി എന്തൊക്കെ അറിയണോ ഇത്രയും ഇൻഫർമേഷൻ ഒരുമിച്ചൊരു വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു തരാനാണ് എൻ്റെ ശ്രമം. ചാപ്റ്റർ 1, വൈ അയർലൻഡ് ഇസ് ഗ്രോയിങ്. അയർലൻഡ് എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആവുന്നത്, എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രസക്തി, ഇതാണ് പറയുന്നത്. 12.5% കോർപ്പറേറ്റ് ടാക്സ് അയർലൻഡിൽ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഗ്ലോബൽ ഹെഡ് ക്വാർട്ടേഴ്സ് പല കമ്പനികളുടെയും അയർലൻഡിലേക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിയുള്ള കമ്പനികൾ ചിന്തിക്കും. അതിൽ തെറ്റില്ല. കാരണം ഓസ്ട്രേലിയ അല്ലെങ്കിൽ US 30% വരെ കോർപ്പറേറ്റ് ടാക്സ് ഉള്ളപ്പോൾ വെറും 12.5%, 12.5% ഉള്ളൂ കോർപ്പറേറ്റ് ടാക്സ് ഇൻ അയർലൻഡ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ പല IT കമ്പനികളുടെയും ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത് അയർലൻഡാണ്. അതുവഴി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഗൂഗിൾ, മെറ്റ, ഇൻറ്റൽ തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ അയർലൻഡിലുണ്ട്. മാത്രമല്ല ഒരുപാട് സിലിക്കൺ വാലിയിലുള്ള കമ്പനികളുടെ ആൾക്കാർ, US അയർലൻഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ, അപ്പോൾ അവരുടെ ഹോം കൺട്രിയിൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും. അപ്പോൾ എന്തുകൊണ്ടായാലും ഇഷ്ടം പോലെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയുണ്ട്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. കാരണം ഫണ്ട് മുഴുവൻ പമ്പ് ചെയ്യുന്നത് അവിടെയായിട്ടായിരിക്കും. അപ്പം ദീസ് ആർ ഓൾ സൈൻസ് ഓഫ് ഹൗ ദ അയർലൻഡ് ഗവൺമെൻറ് ഹാസ് സ്ട്രാറ്റജൈസ്ഡ് ആൻഡ് ഡെവലപ്ഡ് ഓർ ഇൻവൈറ്റഡ് ഓൾ ദി ബിഗ് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് ടു സെറ്റപ്പ് ദെയർ ബേസ് ഇൻ അയർലൻഡ്. ഇനി ഇത് മാത്രമല്ല, മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഫൈസർ പോലെയുള്ള കമ്പനീസൊക്കെ അയർലൻഡിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫാർമ ഇൻഡസ്ട്രിക്കും IT ഇൻഡസ്ട്രിക്കും പിന്നെ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ബിസിനസ് സെക്ടേഴ്സിൻ്റെ മെയിൻ ലീഗൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ലീഗൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ അവിടെ നല്ല ചാൻസ് ഉള്ള മേഖലകളാണ്. അപ്പോൾ ചാപ്റ്റർ 2, ബെസ്റ്റ് ജോബ് സെക്ടേഴ്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ സയൻസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഫിനാൻസ്, ലോ തുടങ്ങിയ എല്ലാ ഇൻഡസ്ട്രീസിലും നല്ല സാധ്യതയാണ് അയർലൻഡിൽ. അതുപോലെ മാർക്കറ്റിംഗ്, ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ലാൻഡ് ലോജിസ്റ്റിക്സ്, ഈ മേഖലകളിലൊക്കെ അയർലൻഡ് നല്ലത് തന്നെയാണ്. ചാപ്റ്റർ 3, റിയാലിറ്റി ചെക്ക്. എന്തൊക്കെയാണ് കോൺസ് ഓഫ് അയർലൻഡ്, എന്താണ് കുട്ടികൾ ഏറ്റവും നേരിടുന്ന പ്രോബ്ലം വെൻ യു ഗോ ടു സ്റ്റഡി എബ്രോഡ് ഇൻ അയർലൻഡ്. ഒന്ന്, റെൻ്റൽ ക്രൈസിസ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഹൗസിങ്സ് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ സിംഗിൾ റൂംസ് ഒക്കെ കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കൂടുതലും ഷെയർഡ് അക്കോമഡേഷൻസ് പിന്നെയും അവൈലബിൾ ആണ്. റെൻറ്റ് കൂടുതലാണ് എന്നുള്ളതും ഒരു കാര്യമാണ്. ആൻഡ് ഈ റെൻറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് ജോബ് മാൻഡേറ്ററി ആണ്, അല്ലേ? പാർട്ട് ടൈം ജോബ് ഉണ്ടെങ്കിലാണ് നമുക്കിത് നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാനും ഒരു ബുദ്ധിമുട്ടാണ് ഇനീഷ്യലി. അത് മെയിൻലി ഡ്യൂ ടു സ്ട്രോങ് ആക്സെൻ്റ് ആണ്. ഐറിഷ് ആക്സെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു 3 to 4 months ടൈം എടുക്കും നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരാൾക്ക് ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാൻ എന്നുള്ളത് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് നന്നായി യൂസ് ചെയ്ത് പരിചയമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. 12 to 16 euro per hour ആണ് അയർലൻഡിൽ കിട്ടുന്ന ആവറേജ് വേജ് ഫോർ എ പാർട്ട് ടൈം ജോബ്. അപ്പോൾ ഈ ജോലി ലാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നെറ്റ്വർക്കിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ആദ്യത്തെ 4 മാസത്തേക്കുള്ള ജീവിത ചെലവ്, റെൻ്റൽ എക്സ്പെൻസ്, ഇതൊക്കെ കരുതിക്കൊണ്ട് വരുന്നതാണ് നമുക്ക് സ്ട്രെസ് ഇല്ലാതെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ PPS എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ എടുക്കണം. നമ്മൾ ഓസ്ട്രേലിയയിൽ TFN, ടാക്സ് ഫയൽ നമ്പർ എടുക്കുന്ന പോലെ ഈ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് അയർലൻഡിലെ ബെസ്റ്റ് 2 ബാങ്കുകൾ ഞാൻ ചൂടെ ചേർക്കാം. ആ ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ PPS നമ്പറും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിന് എലിജിബിൾ ആവുന്നത്. ചാപ്റ്റർ 4, സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ്. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ അല്ല കിട്ടുന്നത്, കണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന കണ്ടീഷൻസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജസ് ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ 6,000 euros നമ്മുടെ യൂണിവേഴ്സിറ്റിക്കോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിച്ച് അതിൻ്റെ പ്രൂഫ് ഓഫ് റെസിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടും. അപ്പോൾ ഈ വക ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ വിസയ്ക്ക് ഫയൽ ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ സ്റ്റഡി വിസ എന്ന് പറഞ്ഞൊരു വിസയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സിംഗിൾ എൻട്രി ഉണ്ട്, മൾട്ടി എൻട്രി ഉണ്ട്. സിംഗിൾ എൻട്രി ആണെങ്കിൽ 60 euro, മൾട്ടി എൻട്രി ആണെങ്കിൽ 100 euro. നമ്മൾ മൾട്ടി എൻട്രിക്കാണ് എപ്പോഴും അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഈ സ്റ്റഡി വിസ അപ്ലൈ ചെയ്യാനായിട്ട് VFS സെൻറ്ററിൽ സ്റ്റുഡൻറ്റ് പേഴ്സണലായിട്ട് പോകണം. അവിടെ ഫിംഗർ പ്രിൻറ്റ് ചെക്ക്, ബയോമെട്രിക് ചെക്ക് ഒക്കെ ഉണ്ടാവും, ഫോട്ടോഗ്രാഫ് എടുക്കും. അതുപോലെ നമുക്ക് വിസയ്ക്ക് വേണ്ട പല ഡോക്യുമെൻറ്റ്സും കൈ കരുതിക്കൊണ്ട് വേണം നമ്മൾ ആ ഒരു VFS സെൻറ്ററിലേക്കുള്ള മീറ്റിങ്ങിന് പോകാൻ. അതിനുശേഷം നമുക്ക് സ്റ്റുഡൻറ്റ് വിസ ഗ്രാൻഡ് വരും. ആൻഡ് ദെൻ അവിടെ കൊണ്ട് തീർന്നില്ല, നിങ്ങൾ അവിടെ ചെന്ന് നമുക്ക് അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞ് നമുക്ക് പാർട്ട് ടൈം വർക്ക് റൈറ്റ്സ് കിട്ടാനായിട്ട് സ്റ്റാമ്പ് 2 വിസയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കണം. അത് ഏകദേശം 300 euros ആണ് അതിൻ്റെ ഫീസ്. ചാപ്റ്റർ 5, അക്കാഡമിക് എലിജിബിലിറ്റി.
ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് +2ൽ 60% മാർക്കും മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിന് 55% മാർക്കുമാണ് ഒരു നോർമൽ എൻട്രി റിക്വയർമെൻറ്റ് അക്കാഡമിക് ക്രൈറ്റീരിയ ആയിട്ട് ഇവർ പറയുന്നത്. അതുപോലെ IELTS ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് 6.5 ഓവറോളും 6 ഇൻഡിവിജ്വലും. ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള PT ടെസ്റ്റും TOEFL ടെസ്റ്റും ഒക്കെ ഇവിടെ അക്സെപ്റ്റബിൾ ആണ്. ഈവൻ ഡുവലിംഗോ ടെസ്റ്റ് വരെ അക്സെപ്റ്റ് ചെയ്യുന്ന അയർലൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ചാപ്റ്റർ 6 ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് അയർലൻഡിലേക്ക് എത്ര നാളത്തേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അത്രയും നാളത്തേക്കുള്ള ട്യൂഷൻ ഫീയുടെ കോസ്റ്റും അതുപോലെ അത്രയും നാളത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസിൻ്റെ കോസ്റ്റുമാണ് നമുക്ക് ഫണ്ടായിട്ട് കാണിക്കേണ്ടത്. അയർലൻഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം 1 ഇയറേ ഉള്ളൂ. അപ്പോൾ മോസ്റ്റ് പോപ്പുലർ തിങ് ഫോർ അയർലൻഡ് ഇസ് മാസ്റ്റേഴ്സ് സ്റ്റഡീസ്. അപ്പോൾ 1 ഇയർ സ്റ്റഡീസിനാണെങ്കിൽ നമുക്ക് 1 ഇയറിൻ്റെ ട്യൂഷൻ ഫീ എത്രയാണോ, നമുക്ക് ഫോർ എക്സാമ്പിൾ 12,000 യൂറോ ആണെന്ന് വിചാരിക്കുക ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ. അങ്ങനെയാണെങ്കിൽ 6,000 യൂറോ നമ്മൾ ഓൾറെഡി ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന 6,000വും ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസ് അത് 10,000 യൂറോയാണ് അയർലൻഡ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഫണ്ട്. അപ്പോൾ ഈ 10,000വും ഈ 6,000 കൂടെ 16,000 യൂറോ കാണിച്ചാലേ നിങ്ങൾക്ക് ഫണ്ടായിട്ട് കാണിച്ചാലേ നിങ്ങൾക്ക് വിസ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അതാണ് പറയുന്നത്. അതിൻ്റെ അത് ഈസിലി ആക്സസബിൾ ഫണ്ടായിരിക്കണം. ആ ഫണ്ട് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക. അത് FD ആയിട്ടോ സേവിങ്സ് ആയിട്ടോ, അത് പക്ഷേ നമുക്ക് എപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് എന്നുള്ളത് കാണിക്കണം. ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലിക്വിഡ് ക്യാഷ് ആയിട്ട് കാണിക്കണം. എസ്പെഷ്യലി ദ ലിവിങ് എക്സ്പെൻസ് 10,000 യൂറോ എന്തായാലും ലിക്വിഡായിട്ട് തന്നെ കാണിക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണായിട്ടും ഒക്കെ കാണിക്കാൻ പറ്റും. ഇനി ബാച്ചിലേഴ്സ് ആണെങ്കിൽ 3 വർഷത്തേതാണെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ അത് ചിലപ്പോൾ 50-60 ലക്ഷം രൂപ വരെ പോകാം, കാരണം 3 ഇയേഴ്സ് ആയതുകൊണ്ട്. പക്ഷേ 1 ഇയർ മാസ്റ്റേഴ്സ് ആണെങ്കിൽ മിനിമം ഒരു 28 lakhs ഒക്കെയാണ് ടോട്ടൽ നിങ്ങൾ കാണിക്കേണ്ട ഫണ്ട്. കാരണം ഒരു വർഷത്തെ ട്യൂഷൻ ഫീ ഒരു 14 ലക്ഷം രൂപയും ഒരു 10,000 യൂറോ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു 24-25 ലക്ഷം രൂപയാണ് വരുന്നത്. ഇപ്പോൾ 14 ലക്ഷം എന്ന് പറഞ്ഞാൽ 16, 17, 20 ലക്ഷം രൂപ വരെ വരാറുണ്ട് ഫീസ്. മാസ്റ്റേഴ്സ് 14 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വരാറുണ്ട് യൂണിവേഴ്സിറ്റിയിലെ ഫീസ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ 50% സ്കോളർഷിപ്പോട് കൂടി 7 ലക്ഷം രൂപയ്ക്കും പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കണക്കുകൾ. ഇനി സാധാരണ യൂണിവേഴ്സിറ്റീസ് ITRൻ്റെ റിക്വയർമെൻറ്റും പറയാറുണ്ട്. ഞാൻ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ, ഇന്ത്യയിലാണ് നിങ്ങളുടെ സ്പോൺസേഴ്സ് എങ്കിൽ അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് കാണിക്കേണ്ടത് മാൻഡേറ്ററി ആണ്. ബാച്ചിലേഴ്സിന് 14 ലക്ഷം രൂപ വരെ കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാസ്റ്റേഴ്സിനാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ലിയർ ആയി വരുന്നുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ നമുക്കൊരു 7 ലക്ഷം രൂപയുടെ ITR ഫയൽ ചെയ്താലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ അയർലൻഡ് സ്റ്റഡി പ്രോസസ്സ്. ഇനി ഫണ്ടിൻ്റെ കാര്യത്തിൽ ഓസ്ട്രേലിയക്ക് പറയുന്ന പോലെ തന്നെയാണ്. ലോണിൽ എഡ്യൂക്കേഷൻ ലോൺ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിങ്സും ഒക്കെ ആവാം, ഇതിൻ്റെ കോമ്പിനേഷൻ ആവാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ 10,000 യൂറോ മാത്രം നിങ്ങൾക്കൊരു സേവിങ്സ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ് നല്ലത്. ഈസിലി ആക്സസബിൾ ആണ്, ലിക്വിഡ് ക്യാഷ് ആണ് എന്ന് കാണിക്കുന്നതാണ് നല്ലത്. ഇനി ഫണ്ടുകൾ കാണിക്കുമ്പോൾ 6 മാസമെങ്കിലും നമുക്ക് ആ ഫണ്ട് ട്രേസ് ചെയ്യാൻ പറ്റണം. അതായത് 6 മന്ത്സ് മെച്യൂറായിട്ട് കിടക്കുന്ന ഫണ്ടാണെങ്കിൽ ദെൻ വേറെ കൂടുതൽ ചെക്സ് ഒന്നും വരത്തില്ല. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ലാൻഡ് സെയിൽ ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം സോഴ്സിൽ നിന്ന് വരുന്ന പണമാണ് ആ പണം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഒരു പ്രോബ്ലം അല്ല. അത് പേരൻസിൻ്റെ തന്നെ ഫണ്ടാണെന്നും സ്പോൺസേഴ്സിന് തന്നെ ഫണ്ടാണെന്നും കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇനി ആർക്കൊക്കെ സ്പോൺസേഴ്സ് ആവാം എന്ന് ചോദിക്കുമ്പോൾ പേരൻസ്, സിബ്ലിങ്സ്, അങ്കിൾ ആൻഡ് ഗ്രാൻഡ് പേരൻസ് ഇവർക്കെല്ലാം ആവാം. പിന്നെ പെറ്റേണൽ സൈഡ്, അതായത് അച്ഛൻ്റെ സൈഡിൽ നിന്നാണ് കൂടുതലും കാണിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ബലമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ 2 കേസുകളും ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. കൂടുതൽ ബലം കിട്ടുന്നത് ഫാദർ സൈഡാണ് എന്ന് പറയാറുണ്ട് എന്ന് മാത്രം. അതുപോലെ അഗ്രികൾച്ചർ ഇൻകവും കാണിക്കാൻ പറ്റും കേട്ടോ. ആസ് ലോങ് ആസ് നിങ്ങളുടെ അഗ്രികൾച്ചറിൽ നിന്ന് വരുന്ന ഇൻകം അക്കൗണ്ടിൽ ത്രൂ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പ്രൊഫൈൽസ് നമ്മൾ അയർലൻഡിനെ ഇഷ്ടംപോലെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 7 ഇമ്പോർട്ടൻറ്റ് വിസ ഡോക്യുമെൻറ്റ്സ്. ഞാൻ ഈ പറയാൻ പോകുന്ന ലിസ്റ്റിലെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ വിസ പ്രോസസ്സിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. പലപ്പോഴും വിസ രജിസ്ട്രേഷൻ കിട്ടിയ കുട്ടികൾ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ തരുമ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇതുവരെ ഒരു വിസ റിജക്ഷൻ പോലും അയർലൻഡിന് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ റിലീജിയസ്ലി ഫോളോ ചെയ്താൽ വിസ റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ വേണം. അതായത് അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ്, നിങ്ങൾ 10ാം ക്ലാസ് മുതലുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം, അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ITRൻ്റെ രേഖകൾ, അതുപോലെ ഫണ്ട്സ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർലി എക്സ്പ്ലെയിനിങ് ആ ഡോക്യുമെൻറ്റ്സിൻ്റെ തെളിവുകൾ ഹാജരാക്കുക. അതുപോലെ 6,000
യൂറോ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC മാൻഡേറ്ററി ആണ്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് അത് ആഡ് ചെയ്യണം. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ടാറ്റ AIGയുടെ ഒക്കെയാണ് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്നത്. അതിന് ഏകദേശം 18,000 റുപ്പീസാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ട്, അതായത് പഠിച്ചു കഴിഞ്ഞ് ജോലി ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് ഗ്യാപ്പായിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് എക്സ്പ്ലനേഷൻ ലെറ്റർ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ലെറ്ററും കൂടി ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇനി SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അത് മിസ് ചെയ്യരുത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ CV ഇതിൻ്റെ കൂടെ വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. കവർ ലെറ്ററും വെക്കുന്നത് നന്നായിരിക്കും. ചാപ്റ്റർ 8 സ്റ്റേ ബാക്ക് ആൻഡ് PR. സ്റ്റേ ബാക്കിനെ പറ്റി ആദ്യം സംസാരിക്കട്ടെ. നിങ്ങൾ ബാച്ചിലേഴ്സ് കോഴ്സാണ് അയർലൻഡിൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ 8 months ആണ് ബാച്ചിലേഴ്സുകാർക്ക് കിട്ടുന്നത് സ്റ്റേ ബാക്ക്. ബാച്ചിലർ ഓണേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ഒക്കെ 4 വർഷത്തെ ഡിഗ്രി പഠിക്കുമ്പോൾ 1 year ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേ ബാക്ക്. മാസ്റ്റേഴ്സ് ഈവൻ 1 year പഠിച്ചാലും നിങ്ങൾക്ക് 2 years സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട് അയർലൻഡിൽ. അയർലൻഡ് റിവാർഡ്സ് സ്കിൽ പ്രൊഫഷണൽ വിത്ത് സ്ട്രോങ് ഏർണിംഗ് പൊട്ടൻഷ്യൽ. ഇങ്ങനെയുള്ളവർക്ക് PR കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പം അയർലൻഡിൽ സാധാരണ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് PRന് അപ്ലൈ ചെയ്യുന്നവർക്ക് അല്പം സ്ട്രഗിൾ കാണാറുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം പക്ഷേ സാധാരണ നമുക്കറിയാം +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സിന് പഠിക്കാൻ വരുന്നവർക്ക് വർക്ക് എക്സ്പീരിയൻസ് നാട്ടിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് മാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസാണ് അയർലൻഡിൽ കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് കാണാറുള്ളത്. ഓൾസോ നമുക്ക് ഒരു നാട്ടിൽ 1 or 2 yearsൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ ടു ഗെറ്റ് ദം ലാൻഡഡ് ഇൻ എ ജോബ്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നാട്ടിൽ ടെക്നോ പാർക്കിലോ IT പാർക്കിലോ ഒക്കെ ജോലി ചെയ്തതിന് ശേഷം ഒരു 1 or 2 yearsന് ശേഷം അയർലൻഡിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഐ കാൺ സീ എനി വൺ സിംഗിൾ പേഴ്സൺ ഹൂസ് ഗോട്ട് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ വിത്തൗട്ട് എ ജോബ് ഇൻ അയർലൻഡ്. അവർ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസും വർക്ക് കൾച്ചറും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെ നമുക്ക് ഒരുപാട് ഡെവലപ്പ് ആവും. മാസ്റ്റേഴ്സ് അവിടെ നേരിട്ട് പഠിക്കാൻ പോകുന്നവരാണ് വിത്തൗട്ട് എക്സ്പീരിയൻസ് ആണെങ്കിലും ഇൻറ്റേൺഷിപ്പിലും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ, മാർക്കറ്റിംഗ്, നെറ്റ്വർക്കിംഗ് ഈവൻസിലൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, ലിങ്ക്ഡിൻ പ്രൊഫൈൽ നന്നായിട്ട് നേർച്ചർ ചെയ്യുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജോലിയിലേക്ക് ലാൻഡ് ചെയ്യും. ജോലിയിലേക്ക് ലാൻഡ് ചെയ്താൽ PR-ലേക്കും ലാൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വെരി ഹൈ ആണ്. അപ്പോൾ ഈ ഒരു PR-ലേക്കുള്ള ജേർണിയും അതിൻ്റെ ഒരു പാത്ത് വേയും വിസ വൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് അടുത്തതായിട്ട്. അപ്പോൾ ആ വിസ സ്ട്രക്ചർ, ആ സ്റ്റഡി ഫ്ലോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസയിൽ ചെന്നിട്ട് വർക്കിലേക്ക് മാറി ആൻഡ് അതിനുശേഷം സിറ്റിസൺഷിപ്പ് വരെയുള്ള പാത്ത് വേ ആണ് ഞാൻ പറയാൻ പോകുന്നത്. D സ്റ്റഡി വിസയാണ് ആദ്യത്തെ നിങ്ങൾക്ക് കിട്ടുന്ന വിസ. ആ D സ്റ്റഡി വിസയിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 300 euros മുടക്കി നമ്മൾ അടുത്ത വിസ എടുക്കണം, വിച്ച് സ്റ്റാമ്പ് 2 വിസ. അത് കിട്ടിയാലാണ് നിങ്ങൾക്ക് വർക്ക് റൈറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പഠനം ആരംഭിക്കുന്നു. ആ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേ ബാക്ക് വിസയ്ക്ക് പറയുന്ന പേരാണ് 3rd ലെവൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. ഇതിനെ പോസ്റ്റ് സ്റ്റഡി പാത്ത് വേ പ്രോഗ്രാം എന്ന് പറയുന്നത്. യൂഷ്വലി ഗ്രാൻഡഡ് അണ്ടർ സ്റ്റാമ്പ് 1G എന്ന് വെച്ചാൽ യു ക്യാൻ അപ്ലൈ ഫോർ സ്കിൽ ജോബ്സ് ആൻഡ് ഗെയിൻ ഐറിഷ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ഫുൾ ടൈം വർക്ക് റൈറ്റ്സ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ഇതിന് ശേഷം സ്റ്റാമ്പ് 1Gക്ക് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ് ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ഓർ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്. ഇതിൽ എംപ്ലോയർ സ്പോൺസേഡ് വർക്ക് പെർമിറ്റ് കിട്ടുന്ന സമയമാണ്. ഈ ഒരു വർക്ക് പാത്ത് വേയിലൂടെയാണ് നിങ്ങൾ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി അറ്റൈൻ ചെയ്യുന്നത്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ആക്ച്വലി ഈസ് എ UK ടേം. പെർമനൻറ്റ് റെസിഡൻസി പോലത്തെ അടുത്ത വിസയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന ഈ വിസയിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ആണ്. ഈ 2 വിസയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത വിസയിലേക്ക് മാറാൻ പറ്റുന്നത്. അടുത്തതാണ് സ്റ്റാമ്പ് 4 വിസ, വിച്ച് ഇസ് ലോങ് ടേം വർക്ക് ആൻഡ് റെസിഡൻസ് പെർമിഷൻ വിസ. ഈ വിസയിൽ ഫുൾ ടൈം വർക്ക് റൈറ്റ്സ് ഉണ്ട് ആൻഡ് ഇത് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് തത്തുല്യമായിട്ട് കണക്കാക്കാവുന്ന വിസയാണ്. വിച്ച് ഇസ് ലോങ് ടേം നമുക്ക് വർക്ക് റൈറ്റ്സും നിങ്ങൾക്ക് എംപ്ലോയർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ്സ് കിട്ടുന്നത് ഈ സ്റ്റാമ്പ് 4 വിസയിലാണ്. അപ്പോൾ ഈ വിസയിൽ നിങ്ങൾ വേറൊരു എംപ്ലോയറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ വേറൊരു വിസ ഓത്തറൈസേഷൻ്റെ ആവശ്യമില്ല. ഈ വിസയിൽ നിൽക്കുന്ന സമയത്ത് യു ക്യാൻ ജമ്പ് ഫ്രം വൺ എംപ്ലോയർ ടു അനദർ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഐറിഷ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5 years എങ്കിലും അയർലൻഡിൽ താമസിക്കുകയും ഈ എംപ്ലോയർ വിസയിലൊക്കെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഐറിഷ് സിറ്റിസൺഷിപ്പിന് നിങ്ങൾ എലിജിബിൾ ആവും. മോസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ അയർലൻഡ് മൂവ് ത്രൂ എ ഗ്രാജുവൽ പാത്ത് വേ ഫ്രം സ്റ്റാമ്പ് 2 സ്റ്റുഡൻറ്റ് പെർമിഷൻ ടു സ്റ്റാമ്പ് 1G സ്റ്റേ ബാക്ക്, ദെൻ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് പെർമിറ്റ്സ്, ഇവൻച്വലി സ്റ്റാമ്പ് 4 long-term residence, and for eligible candidates even Irish citizenship. Best courses: data science, cyber security, artificial intelligence, computer science, pharmaceutical science, business analytics, accounting, logistics and supply chain. Chapter 10 top universities in Ireland. Almost 34 in higher education institutions ആണ് അയർലൻഡിലുള്ളത്. അപ്പോൾ അതിനകത്തെ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അതിൻ്റെ റാങ്കിങ് ഏതൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ,
യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിൻ എന്നും അറിയപ്പെടുന്നത്. ഇതിൻ്റെ QS റാങ്ക് 75 ആണ്. രണ്ടാം സ്ഥാനത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ റാങ്ക് 118, യൂണിവേഴ്സിറ്റി കോളേജ് കോർക്ക് റാങ്ക് 246, യൂണിവേഴ്സിറ്റി ഓഫ് ഗാൽവേ റാങ്ക് 284, യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക് 401, ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റി 410, മെയ്നൂത്ത് യൂണിവേഴ്സിറ്റി 771, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഡബ്ലിൻ 781. ഈ 8 യൂണിവേഴ്സിറ്റീസാണ് QS റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത്. കഴിയുമെങ്കിൽ ഈ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും അഡ്മിഷൻ എടുക്കാം. വൺ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗ്രിഫിത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നിങ്ങൾക്ക് 50% സ്കോളർഷിപ്പ് വരെ കിട്ടും. അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്ക് 7 ലക്ഷം രൂപ വരെ, 7 ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഉള്ള പല സ്ഥാപനങ്ങളിൽ അയർലൻഡിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അയർലൻഡ് ഈസ് ഗുഡ് ഫോർ പീപ്പിൾ വിത്ത് ജെനുവിൻ ടാലൻറ്റ്. നിങ്ങൾക്ക് പഠിച്ചിട്ട് എങ്ങനെയും അവിടെ പോയി സെറ്റിൽ ചെയ്യാം. പെർമനൻറ്റ് റെസിഡൻസി എളുപ്പമാണെന്ന് വിചാരിച്ച് അയർലൻഡിലേക്ക് പോകരുത്. റിയലിസ്റ്റിക്കലി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല നെറ്റ്വർക്കിംഗ് സ്കില്ലും വർക്ക് എക്സ്പീരിയൻസും കറക്റ്റായിട്ടുണ്ട്. ഒരു ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള സ്കിൽസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അയർലൻഡ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. മാസ്റ്റേഴ്സ് പഠിക്കാൻ അയർലൻഡിനേക്കാളും നല്ലൊരു സ്ഥലം എനിക്ക് പറഞ്ഞു തരാനില്ല, എസ്പെഷ്യലി ഇൻ IT ആൻഡ് ഫാർമ ഇൻഡസ്ട്രി. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ഇൻഫോർമേറ്റീവ് വീഡിയോ. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.